JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. 4 റോഡുകൾ സന്ധിക്കുന്ന ഒരു ജംഗ്ഷനിൽ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? ഓപ്ഷൻ എ ഇടത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, ഓപ്ഷൻ ബി വലത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, ഓപ്ഷൻ സി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, ഓപ്ഷൻ ഡി ആർക്കും പ്രത്യേക മുൻഗണന ഇല്ല. ഏതാണ് ശരി ഉത്തരം? 4 റോഡുകൾ സന്ധിക്കുന്ന ഒരു ജംഗ്ഷനിൽ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വലത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റുന്നത്, ഒരു ചരക്ക് വാഹനത്തില് അമിതഭാരം കയറ്റുന്നത് ഓപ്ഷൻ എ പിഴ ഒടുക്കേണ്ട കുറ്റമാണ്, ഓപ്ഷൻ ബി ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യുവാൻ കാരണമായ കുറ്റമാണ്, ഓപ്ഷൻ സി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണ്, ഓപ്ഷൻ ഡി പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യുവാൻ കാരണമായ കുറ്റമാണ്. ഏതാണ് ശരി ഉത്തരം? ഒരു ചരക്ക് വാഹനത്തില് അമിതഭാരം കയറ്റുന്നത്. ആർക്കെങ്കിലും അറിയോ ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യുവാൻ കാരണമായ കുറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രാക്ടറില് ഡ്രൈവറെ കൂടാതെ കയറ്റാവുന്ന ആൾക്കാരുടെ എണ്ണം, ഒരു ട്രാക്ടറില് ഡ്രൈവറെ കൂടാതെ കയറ്റാവുന്ന ആൾക്കാരുടെ എണ്ണം. ഓപ്ഷൻ എ ആരെയും കയറ്റാൻ പാടുള്ളതല്ല, ഓപ്ഷൻ ബി ഇരുവശത്തുമായി 2 പേര്, ഓപ്ഷൻ സി ഒരാള്, ഓപ്ഷൻ ഡി മേൽ പറഞ്ഞത് ഒന്നുമല്ല. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആരെയും കയറ്റാൻ പാടുള്ളതല്ല. അടുത്ത കോഷണറി റോഡ് സൈനുകൾ, കോഷണറി റോഡ് സൈൻ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളുടെ ആകൃതി, കോഷണറി റോഡ് സൈനുകൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളുടെ ആകൃതി. ഓപ്ഷൻ എ ത്രികോണാകൃതി, ഓപ്ഷൻ ബി ചതുരാകൃതി, ഓപ്ഷൻ സി വൃത്താകൃതി, ഓപ്ഷൻ ഡി മേൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ രൂപത്തിലും പ്രദർശിപ്പിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? ആർക്കെങ്കിലും അറിയോ? ഒന്ന് ആലോചിച്ച്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ത്രികോണാകൃതി. അടുത്ത ക്വസ്റ്റ്യൻ. 6.00x1.6 സൈസിലുള്ള ടയറിൽ 16 സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ടയറിന്റെ വീതി, ഓപ്ഷൻ ബി വീൽ റിമ്മിന്റെ വ്യാസം, ഓപ്ഷൻ സി ടയറിന്റെ വ്യാസം, ഓപ്ഷൻ ഡി വീൽ റിമ്മിന്റെ വീതി. 6.00x16 സൈസിലുള്ള ടയറില് 16 സൂചിപ്പിക്കുന്നത് എന്താണ്? 16 സൂചിപ്പിക്കുന്നത് ആർക്കെങ്കിലും അറിയാവോ? വീൽ റിമ്മിന്റെ വ്യാസമാണ്, വീൽ റിമ്മിന്റെ വ്യാസം. അടുത്ത ഗോൾഡൻ അവർ എന്നാൽ എന്ത്? ഗോൾഡൻ അവർ എന്നാൽ എന്ത്? ഓപ്ഷൻ എ റോഡിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന സമയം, ഓപ്ഷൻ ബി പുലർച്ചെ 3-നും 4-നും ഇടയിൽ ഡ്രൈവർമാർക്ക് ഏറ്റവും ഉറക്കം വരാൻ സാധ്യതയുള്ള സമയം, ഓപ്ഷൻ സി വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ ശേഷമുള്ള സമയം, ഓപ്ഷൻ ഡി ഇവയിൽ ഏതുമല്ല. ആർക്കെങ്കിലും അറിയോ ഗോൾഡൻ അവർ എന്നാൽ എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ ശേഷമുള്ള സമയമാണ് ഗോൾഡൻ അവർ എന്നാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗോൾഡൻ അവർ എന്നാൽ എന്താണ്? വാഹനാപകടത്തിന് പരിക്ക് പറ്റിയ ശേഷമുള്ള സമയം. അത് റോഡിന്റെ ഇടതുഭാഗത്തു കൂടി മറികടക്കാവുന്ന സാഹചര്യം, റോഡിന്റെ ഇടതുഭാഗത്തു കൂടി മറികടക്കാവുന്ന സാഹചര്യം. ഓപ്ഷൻ എ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, ഓപ്ഷൻ ബി 4 വരി പാതകളിൽ വലതു ലൈനിൽ
പാതകളിലൂടെ ഭാരമേറിയ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഓപ്ഷൻ സി മലമ്പാതകളിൽ ഓപ്ഷൻ ഡി മുന്നിലെ വാഹനം വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ നൽകി നിൽക്കുന്ന വേളയിൽ റോഡിന്റെ ഇടതു ഭാഗത്തുകൂടി മറികടക്കാവുന്ന സാഹചര്യം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുന്നിലെ വാഹനം വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ നൽകി നിൽക്കുന്ന വേളയില് റോഡിന്റെ ഇടതു ഭാഗത്തുകൂടി മറികടക്കാവുന്ന സാഹചര്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരു 4 ചക്ര വാഹനത്തിന്റെ ടയറിൽ ഉണ്ടായിരിക്കേണ്ട ത്രെഡിന്റെ ആഴം, ഒരു 4 ചക്ര വാഹനത്തിന്റെ ടയറിൽ ഉണ്ടായിരിക്കേണ്ട ത്രെഡിന്റെ ആഴം ഓപ്ഷൻ എ 1.2 mm, ഓപ്ഷൻ ബി 1.8 mm, ഓപ്ഷൻ സി 1.6 mm, ഓപ്ഷൻ ഡി 0.8 mm. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1.6 mm. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരത് സ്റ്റേജ് ആർ വാഹനങ്ങൾക്ക് നൽകുന്ന പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. ഭാരത് സ്റ്റേജ് 6 വാഹനങ്ങൾക്ക് നൽകുന്ന പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഓപ്ഷൻ എ 1 വർഷം, ഓപ്ഷൻ ബി 6 മാസം, ഓപ്ഷൻ സി പുതിയ വാഹനത്തിന്റെ ആദ്യത്തെ 1 വർഷം പിന്നീട് എല്ലാ 6 മാസം, ഓപ്ഷൻ ഡി പുക പരിശോധന ആവശ്യമില്ല. ഏതാണ് ശരി ഉത്തരം? ആർക്കെങ്കിലും പറയാവോ? ഒന്ന് തിരിച്ചു നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1 വർഷം. അടുത്ത ചോദ്യം. ഏതുതരം ഇൻഷുറൻസ് ആണ് മോട്ടോർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഏതുതരം ഇൻഷുറൻസ് ആണ് മോട്ടോർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്, ഓപ്ഷൻ ബി തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഓപ്ഷൻ സി പേഴ്സണൽ ഇൻഷുറൻസ്, ഓപ്ഷൻ ഡി ലൈഫ് ഇൻഷുറൻസ്. ഏതാണ് ശരി ഉത്തരം? ഏതുതരം ഇൻഷുറൻസ് ആണ് മോട്ടോർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ. ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ. ഓപ്ഷൻ എ വലതുവശത്തേക്ക് തിരിയല്, ഓപ്ഷൻ ബി വാഹനം നിർത്തുന്നത്, ഓപ്ഷൻ സി ഓവർടേക്കിംഗ് ഉള്ള അനുവാദം, ഓപ്ഷൻ ഡി ഇടതുവശത്തേക്ക് തിരിയല്. ഏതാണ് ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നല്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഓവർടേക്കിംഗിനുള്ള അനുവാദം. ഹെവി വെഹിക്കിൾ എന്നാൽ 12,990 kg മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങള്. ഓപ്ഷൻ ബി 7,500 kg മുകളിൽ ആകെ ഭാരമുള്ള വരുന്ന വാഹനങ്ങള്. ഓപ്ഷൻ സി 16,200 kg മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങള്. ഓപ്ഷൻ ഡി 12,000 kg മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങള്. ഏതാണ് ഹെവി വെഹിക്കിൾ എന്നാല്? ഏതാണ് ശരി ഉത്തരം? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 12,000 kg മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങള്. കെട്ടിവലിക്കുന്ന 2 വാഹനങ്ങൾ തമ്മിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള പരമാവധി അകലം. കെട്ടിവലിക്കുന്ന 2 വാഹനങ്ങൾ തമ്മിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള പരമാവധി അകലം 5 മീറ്റർ, ഓപ്ഷൻ ബി 7 മീറ്റർ, ഓപ്ഷൻ സി 6 മീറ്റർ, ഓപ്ഷൻ ഡി 4 മീറ്റർ. ഏതാണ് ശരി ഉത്തരം? 4 വെച്ച് നോക്കിയേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 5 മീറ്റർ. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ പോലീസ് സ്റ്റേഷൻ സമീപം, ഓപ്ഷൻ ബി ഇടുങ്ങിയ പാലം, ഓപ്ഷൻ സി ടാറില്ലാത്ത റോഡുകള്, ഓപ്ഷൻ ഡി എയർപോർട്ടിന് സമീപം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇടുങ്ങിയ പാലം. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഇടുങ്ങിയ പാലം. അടുത്ത ക്വസ്റ്റ്യൻ. ആക്സിൽ വെയിറ്റ് എന്നാൽ ഓപ്ഷൻ എ ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വീൽ ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരം. ഓപ്ഷൻ ബി ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരത്തിനെ വീലുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഭാരം. ഓപ്ഷൻ സി ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരം. ഓപ്ഷൻ ഡി ഒരു ആക്സിൽ വാഹനത്തിൽ നിന്ന് വിഘടിപ്പിച്ച് എടുത്ത ശേഷം ഭാരപരിശോധന നടത്തുമ്പോൾ ലഭിക്കുന്ന ഭാരം. ഏതാണ് ശരി ഉത്തരം? ആക്സിൽ വെയിറ്റ് എന്നാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരം. അടുത്ത ക്വസ്റ്റ്യൻ. 2 സ്ട്രോക്ക്
എഞ്ചിനിലെ വാൽവുകളുടെ എണ്ണം, ടു സ്ട്രോക്ക് എഞ്ചിനിലെ വാൽവുകളുടെ എണ്ണം. ഓപ്ഷൻ എ പരിധി നിശ്ചയിച്ചിട്ടില്ല, ഓപ്ഷൻ ബി വാൽവുകൾ ഇല്ല, ഓപ്ഷൻ സി 2 എണ്ണം, ഓപ്ഷൻ ഡി 4 എണ്ണം. ഏതാണ് ശരി ഉത്തരം? ടു സ്ട്രോക്ക് എഞ്ചിനിലെ വാൽവുകളുടെ എണ്ണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, വാൽവുകൾ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. എയർ ബ്രേക്ക് സംവിധാനം ഉള്ള ഒരു ഹെവി വാഹനം ഓടുന്ന വേളയിൽ എയർ ടാങ്ക് ലീക്ക് ആയി എയർ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ, എയർ ബ്രേക്ക് സംവിധാനമുള്ള ഒരു ഹെവി വാഹനം ഓടുന്ന വേളയിൽ എയർ ടാങ്ക് ലീക്ക് ആയി എയർ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ, ഓപ്ഷൻ എ ഗിയർ ഡൗൺ ചെയ്ത് വാഹനം നിർത്താൻ ശ്രമിക്കുക, ഓപ്ഷൻ ബി എഞ്ചിൻ ഓഫ് ചെയ്ത് വാഹനം നിർത്താൻ ശ്രമിക്കുക, ഓപ്ഷൻ സി ഗിയർ ഡൗൺ ചെയ്യുകയും എഞ്ചിൻ ഓഫ് ചെയ്തും വേഗത കുറച്ച് നിർത്താൻ ശ്രമിക്കുക, ഓപ്ഷൻ ഡി ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്താൻ ശ്രമിക്കുക. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്താൻ ശ്രമിക്കുക. 16 വയസ്സ് തികഞ്ഞവർക്ക് ഓടിക്കാൻ അനുവാദം ലഭിക്കുന്ന വാഹനം. 16 വയസ്സ് തികഞ്ഞവർക്ക് ഓടിക്കുവാൻ അനുവാദം ലഭിക്കുന്ന വാഹനം. ഓപ്ഷൻ എ ഗിയറില്ലാത്ത മോട്ടോർ വെഹിക്കിള്, ഓപ്ഷൻ ബി 50 cc താഴെയുള്ള മോട്ടോർ വെഹിക്കിള്, ഓപ്ഷൻ സി 50 km/h താഴെ മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന വാഹനം, ഓപ്ഷൻ ഡി 60 cc താഴെയുള്ള മോട്ടോർ വെഹിക്കിള്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 50 cc താഴെയുള്ള മോട്ടോർ വെഹിക്കിള്, മോട്ടോർ സൈക്കിള്. അടുത്ത ക്വസ്റ്റ്യൻ. ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നത്, ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നത് അതാത് ജില്ലകളിൽ മാത്രം, ഓപ്ഷൻ ബി അതാത് സംസ്ഥാനങ്ങളിൽ മാത്രം, ഓപ്ഷൻ സി ലൈസൻസ് നൽകിയ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാര പരിധിക്കുള്ളിൽ മാത്രം, ഓപ്ഷൻ ഡി ഇന്ത്യയിൽ എവിടെയും. ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നത് ഇന്ത്യയിൽ എവിടെയും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി കാണാത്ത ഭാഗം. താഴെ പറയുന്നവയിൽ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി കാണാത്ത ഭാഗം. ഓപ്ഷൻ എ എയർ ഫിൽട്ടർ, ഓപ്ഷൻ ബി സൈലൻസർ, ഓപ്ഷൻ സി ബാറ്ററി, ഓപ്ഷൻ ഡി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. താഴെ പറയുന്നവയിൽ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി കാണാത്ത ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചുള്ളൂ. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.